എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ലസാനിയ റോൾസ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു ലസാനിയ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു ലസാനിയയുടെ ഷീറ്റ് വെച്ചിട്ടാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു ലസാനിയ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്നാക്സിനും അതേപോലെ രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കുഞ്ഞായിട്ടുള്ള ലസാനിയ റോൾസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു ബട്ടർ ഒന്ന് ചൂടായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മൈദയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ട. കറക്റ്റ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മാത്രം മതി കേട്ടോ. ഇനി തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ആ ഒരു മൈദയുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്ന വരുന്നത് നന്നായിട്ട് ബട്ടറിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മൈദയുടെ പച്ച ടേസ്റ്റും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് കറക്റ്റ് 1 ഗ്ലാസ് അളവിൽ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പശുവിൻ പാല്. ആ ഒരു പാൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് പാൽ ഒഴിക്കരുത്. നല്ല കട്ടിയുള്ള പാൽ വേണം നമ്മൾ ഈ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് കേട്ടോ. എങ്കിലും നമ്മുടെ ആ ഒരു സോസിന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ പാൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മൈദയൊക്കെ ഇതുപോലെ അങ്ങോട്ട് കട്ട പോലെ കെട്ടി നിൽക്കുന്നത് കാണാം. അത് കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പാൽ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ആ ഒരു കട്ടകളൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. ഇനി ഒരു സോസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അതേപോലെ ഒരു നുള്ളുപ്പും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ പാലൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു കട്ടകളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു പാലിലോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പാലൊക്കെ ഒന്ന് കുറുകി ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഇത് നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് ഇത് ഈ ഒരു പരുവത്തിലെത്തണം. ആ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാനിട്ടങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള തക്കാളി സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ടിത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് വേണ്ട, ഒരു ചെറിയൊരു സവാള മാത്രം മതി കേട്ടോ. 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുഴുവനായിട്ടും ഒരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി അതേ പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മുളക് പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ആ ഒരു മുളക് പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തക്കാളിയുടെയും സവാളയുടെയും ആ ഒരു പേസ്റ്റ് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു സ്നാക്കിന് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന 2 സോസുകളും നന്നായിട്ട് വഴണ്ട് ആ ഒരു ഡ്രൈയിലാണ് നമുക്ക് കിട്ടിയെടുക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. നമുക്കിത് ബ്രെഡിൽ തേച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയം തന്നെ അങ്ങോട്ട് ഒലിച്ചു പോകും. അതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു സോസിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു സോസിന് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒറീഗാനാണ് കേട്ടോ. ഒറീഗാന കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സോസ് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൂടെ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ടൊമാറ്റോ സോസൊക്കെ വറ്റിയത് കറക്റ്റ് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാറണം, എങ്കിലും നമുക്കിത് ബ്രെഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് പതുക്കെ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഇത് കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡ് സ്ലൈസസിൻ്റെ ഈ ഒരു 4 ഭാഗം, അതായത് ബ്രൗൺ ഭാഗം വരുന്ന ഈ ഒരു 4 സൈഡും നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമില്ല. അത് നമുക്ക് കത്രിക വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടോ നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം.
അപ്പോൾ ഇതിന് ആ ഒരു ബ്രൗൺ ഭാഗം കളഞ്ഞെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് സ്ലൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു ബ്രെഡ് നമുക്ക് ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ട് ഇച്ചിരി ഒന്ന് ബലം കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മളിതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ്. ഈ ഒരു ബ്രെഡ് നമ്മളിതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് അറിയാമല്ലോ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചപ്പാത്തി കോല് വെച്ചിട്ട് നന്നായിട്ട് നല്ല ബലം കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നൈസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നൈസായി കിട്ടായി കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് ഇച്ചിരി കട്ടിക്ക് തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലായിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് മാത്രം വൈറ്റ് സോസ് ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ കുറച്ച് മതി എന്ന് പറയാൻ കാരണം അത് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ കുറച്ച് മാത്രം മതി. എന്നിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോ സോസ് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അത് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അത് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ചിക്കൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അവസാനം വരുന്ന ഈ ഒരു ഭാഗം നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് വൈറ്റ് സോസ് തേച്ച് കൊടുത്തത് കാരണം നമുക്ക് പെട്ടെന്ന് ആ ഒരു ബ്രെഡ് ആയതുകൊണ്ട് അങ്ങോട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു മുട്ടയിൽ കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് കുരുമുളകും ഒരു 1/4 ഗ്ലാസ് അളവിൽ സാധാരണ പശുവിൻ പാലും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതേപോലെ നേരത്തെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ ഭാഗം വെച്ചിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഓരോ ബ്രെഡ് റോൾസും നമുക്ക് ആദ്യം ആ ഒരു പാലിൻ്റെയും മുട്ടയിൽ ആ ഒരു മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബ്രെഡിൻ്റെ പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ലസാനിയ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഈ ഒരു ലസാനിയ റോൾസ് എന്ന് പറയുന്നത് ആ ഒരു ലസാനിയുടെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നമ്മളിത് വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്താലും സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ അടിപൊളി ഫില്ലിങ്സോട് കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.